എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കേസരി റെഡിയാക്കി എടുക്കാം. അതും നമ്മൾ റവ ചേർക്കാതെയാണ് ഈ കേസരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേസരി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 കപ്പ് അവലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളറിലുള്ള അവലാണെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ വെള്ള അവൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വല്ലാതെ അങ്ങോട്ട് ഫ്രൈ ആയി പോകണ്ട. അപ്പോൾ അതാ നമ്മളിത് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് സ്പ്ലിറ്റായിട്ട് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ 2 ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ട കുത്തിപ്പോവും. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വലിഞ്ഞ് പൊക്കോളും. അപ്പോൾ അതവിടെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ട് വീണ്ടും ഇത് തിക്കാവാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വീണ്ടും തിക്കാവാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടിത് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ പാകം, കറക്റ്റ് പാകം. അപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ഡീമോൾഡ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഡീമോൾഡൊന്നും ചെയ്തില്ല. ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തണുത്തതിന് ശേഷമാണിത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വീറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്